പുറപ്പാട് പുസ്തകം 36 അധ്യായം. ബെസലേലും ഒഹോലിയാബും വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്ക് യഹോവ കൽപ്പിച്ചതുപോലെയൊക്കെയും സകല പ്രവൃത്തിയും ചെയ്യുവാൻ അറിയേണ്ടതിന് യഹോവ ജ്ഞാനവും ബുദ്ധിയും നൽകിയ സകല ജ്ഞാനികളും പ്രവൃത്തി ചെയ്യണം. അങ്ങനെ മോശ ബെസലേലിനെയും ഒഹോലിയാബിനെയും യഹോവ മനസ്സിൽ ജ്ഞാനം നൽകിയിരിക്കുന്ന എല്ലാവരെയും പ്രവൃത്തിയിൽ ചേരുവാൻ മനസ്സിൽ ഉത്സാഹം തോന്നിയ എല്ലാവരെയും വിളിച്ചു വരുത്തി. വിശുദ്ധ മന്ദിരത്തിൻ്റെ ശുശ്രൂഷയുടെ പ്രവൃത്തി ചെയ്യുവാൻ ഇസ്രായേൽ മക്കൾ കൊണ്ടുവന്ന വഴിപാടൊക്കെയും അവർ മോശയുടെ പക്കൽ നിന്ന് വാങ്ങി. എന്നാൽ അവർ പിന്നെയും രാവിലെ തോറും സ്വമേധാദാനങ്ങളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ വിശുദ്ധ മന്ദിരത്തിൻ്റെ സകല പ്രവൃത്തിയും ചെയ്യുന്ന ജ്ഞാനികൾ ഒക്കെയും താൻ ചെയ്തു വരുന്ന പണി നിർത്തി വന്ന് മോശയോട്, യഹോവ ചെയ്യുവാൻ കൽപ്പിച്ച ശുശ്രൂഷയുടെ പ്രവൃത്തിക്ക് വേണ്ടതിലധികമായി ജനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അതിന് മോശെ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ വിശുദ്ധ മന്ദിരത്തിൻ്റെ വഴിപാട് വകയ്ക്ക് മേലാൽ പ്രവൃത്തി ചെയ്യേണ്ട എന്ന് കൽപ്പിച്ചു. അവർ അത് പാളയത്തിൽ പ്രസിദ്ധമാക്കി. അങ്ങനെ ജനം കൊണ്ടുവരുന്നത് നിർത്തലായി. കിട്ടിയ സാമാനങ്ങളോ സകല പ്രവൃത്തിയും ചെയ്യുവാൻ വേണ്ടുവോളവും അധികവും ഉണ്ടായിരുന്നു. പണി ചെയ്യുന്നവരിൽ ജ്ഞാനികളായ എല്ലാവരും പഞ്ഞിനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് 10 മൂടുശീല കൊണ്ട് തിരുനിവാസം ഉണ്ടാക്കി. നെയ്ത്തുകാരുടെ ചിത്രപ്പണിയായ കെരൂബുകൾ ഉള്ളതായിട്ട് അതിനെ ഉണ്ടാക്കി. ഓരോ മൂടുശീലയിലേക്കും 28 മുഴം നീളവും ഓരോ മൂടുശീലയിലേക്ക് 4 മുഴം വീതിയും ഉണ്ടായിരുന്നു. എല്ലാ മൂടുശീലകൾക്കും ഒരു അളവ് തന്നെ. 5 മൂടുശീല ഒന്നോടൊന്ന് ഇണച്ചു, മറ്റേ 5 മൂടുശീല ഒന്നോടൊന്ന് ഇണച്ചു. അങ്ങനെ ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളുമ്പിൽ നീലനൂൽ കൊണ്ട് കണ്ണികൾ ഉണ്ടാക്കി. രണ്ടാമത്തെ വിരിയുടെ പുറത്തെ മൂടുശീലയുടെ വിളുമ്പിലും അങ്ങനെ തന്നെ ഉണ്ടാക്കി. ഒരു മൂടുശീലയിൽ 50 കണ്ണിയുണ്ടാക്കി. രണ്ടാമത്തെ വിരിയുടെ പുറത്തെ മൂടുശീലയുടെ വിളുമ്പിലും 50 കണ്ണിയുണ്ടാക്കി. കണ്ണികൾ നേർക്കുനേരെ ആയിരുന്നു. അവൻ പൊന്നുകൊണ്ട് 50 കൊളുത്തുകളും ഉണ്ടാക്കി. കൊളുത്തുകൊണ്ട് മൂടുശീലകളെ ഒന്നോടൊന്ന് ഇണച്ചു. അങ്ങനെ തിരുനിവാസം ഒന്നായിത്തീർന്നു. തിരുനിവാസത്തിന്മേൽ മൂടുവിരിയായി കോലാട്ടുരോമം കൊണ്ടുള്ള മൂടുശീലകൾ ഉണ്ടാക്കി. 11 മൂടുശീലയായി അവയെ ഉണ്ടാക്കി. ഓരോ മൂടുശീലയിലേക്കും 30 മുഴം നീളവും ഓരോ മൂടുശീലയിലേക്കും 4 മുഴം വീതിയും ഉണ്ടായിരുന്നു. മൂടുശീല 11നും ഒരു അളവ് ആയി തന്നെ. അവൻ 5 മൂടുശീല ഒന്നായും 6 മൂടുശീല ഒന്നായും ഇണച്ചു. ഇങ്ങനെ ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളുമ്പിൽ 50 കണ്ണിയും രണ്ടാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളുമ്പിൽ 50 കണ്ണിയും ഉണ്ടാക്കി. കൂടാരം ഒന്നായിരിക്കേണ്ടതിന് അത് ഇണപ്പാൻ താമ്ര കൊണ്ട് 50 കൊളുത്തും ഉണ്ടാക്കി. ചുവപ്പിച്ച കൊറ്റന്തോൽ കൊണ്ട് കൂടാരത്തിന് ഒരു പുറംമൂടിയും അതിൻ്റെ മീതെ തഹശൂൻ തോൽ കൊണ്ട് ഒരു പുറംമൂടിയും അവൻ ഉണ്ടാക്കി. ഖദിരമരം കൊണ്ട് തിരുനിവാസത്തിന് നിവരെ നിൽക്കുന്ന പലകകളും ഉണ്ടാക്കി. ഓരോ പലകയ്ക്ക് 10 മുഴം നീളവും ഓരോ പലകയ്ക്ക് നേരെ 1.5 മുഴം വീതിയും ഉണ്ടായിരുന്നു. ഓരോ പലകയ്ക്കും തമ്മിൽ ചേർത്തിരിക്കുന്ന 2 കുടുമയുണ്ടായിരുന്നു. ഇങ്ങനെ തിരുനിവാസത്തിൻ്റെ എല്ലാ പലകയ്ക്കും ഉണ്ടാക്കി. അവൻ തിരുനിവാസത്തിൻ്റെ പലക ഉണ്ടാക്കിയത് തെക്ക് വശത്തേക്ക് 20 പലക, ഒരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചുവട്, മറ്റൊരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചുവടും, ഇങ്ങനെ 20 പലകയുടെ അടിയിൽ വെള്ളി കൊണ്ട് 40 ചുവടുകൾ അവൻ ഉണ്ടാക്കി. തിരുനിവാസത്തിൻ്റെ മറുപുറത്ത് വടക്ക് വശത്തേക്കും 20 പലകയുണ്ടാക്കി. ഈ ഒരു പലകയുടെ അടിയിൽ 2 ചുവടും മറ്റൊരു പലകയുടെ അടിയിൽ 2 ചുവടും, ഇങ്ങനെ അവയ്ക്ക് 40 വെള്ളിച്ചുവട് ഉണ്ടാക്കി. തിരുനിവാസത്തിൻ്റെ പടിഞ്ഞാറേ വശത്തേക്ക് 6 പലകയുണ്ടാക്കി. തിരുനിവാസത്തിൻ്റെ ഇരുവശത്തേക്കുമുള്ള കോണുകൾക്ക് 2 പലകയുണ്ടാക്കി. അവ താഴെ ഇരട്ടയായും മേലറ്റത്ത് ഒന്നാമത്തെ വളയം വരെ
തമ്മിൽ ചേർത്ത് ഒറ്റയായും ഇരുന്നു. രണ്ടു മൂലയിലുള്ള രണ്ടിനും അങ്ങനെ തന്നെ ചെയ്തു. ഇങ്ങനെ 8 പലകയ്ക്കും ഓരോ പലകയുടെ അടിയിൽ ഈ 2 ചുവടായി 16 വെള്ളിച്ചുവടും ഉണ്ടായിരുന്നു. അവൻ ഖദിരമരം കൊണ്ട് അന്താഴങ്ങളും ഉണ്ടാക്കി. തിരുനിവാസത്തിൻ്റെ ഒരു വശത്തെ പലക കൊണ്ട് 5 അന്താഴം, തിരുനിവാസത്തിൻ്റെ മറുവശത്തെ പലകയ്ക്ക് 5 അന്താഴം, തിരുനിവാസത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് പിൻവശത്തെ പലകയ്ക്ക് 5 അന്താഴം. ഒടുവിലത്തെ അന്താഴം പലകയുടെ ഒത്ത നടുവിൽ ഒരു അറ്റത്തു നിന്ന് മറ്റേ അറ്റത്തോളം ചെല്ലുവാൻ തക്കോളം ഉണ്ടാക്കി. പലകകൾ പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അന്താഴം ചെലുത്തുവാനുള്ള അവയുടെ വളയങ്ങൾ പൊന്നുകൊണ്ട് ഉണ്ടാക്കി. അന്താഴം പൊന്നുകൊണ്ട് പൊതിഞ്ഞു. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് അവനൊരു തിരശ്ശീല ഉണ്ടാക്കി. നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കെരൂബുകളുള്ളതായിട്ട് അതിനെ ഉണ്ടാക്കി. അതിന് ഖദിരമരം കൊണ്ട് 4 തൂണുമുണ്ടാക്കി. പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അവയുടെ കൊളുത്തുകൾ പൊന്നുകൊണ്ട് ആയിരുന്നു. അവയ്ക്ക് വെള്ളികൊണ്ട് 4 ചുവട് വാർപ്പിച്ചു. കൂടാരത്തിൻ്റെ വാതിൽ നിന്ന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽക്കാരൻ്റെ പണിയായ ഒരു മരശീലയും അതിന് 5 തൂണും അവയ്ക്ക് കൊളുത്തും ഉണ്ടാക്കി. അവയുടെ കുമിഴുകളും മേൽ ചുറ്റുപടികളും പൊന്നുകൊണ്ട് പൊതിഞ്ഞു. എന്നാൽ അവയുടെ ചുവട് 5 താമ്രം കൊണ്ട് ആയിരുന്നു. ഇങ്ങനെ 36-ാം അധ്യായം അവസാനിക്കുന്നു.